നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ ചൈനീസ് മാതൃക പിന്തുടരുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് 1970കളുടെ അവസാനം ചൈനയിൽ രൂപം കൊടുത്ത പ്രത്യേക വികസന മേഖല വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ കേരളത്തിനും സ്വീകരിക്കാവുന്ന ആശയമാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 1978-84 കാലഘട്ടത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചൈന 14 തീരദേശ നഗരങ്ങളാണ് വിദേശ നിക്ഷേപത്തിനായി തുറന്നുകൊടുത്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് ഈ മാർഗം സ്വീകരിക്കുമെന്ന സൂചനയാണ് സർക്കാർ നൽകുന്നത്. കെ ഫോൺ പദ്ധതിക്ക് ഉപയോഗിച്ച കേബിളുകളെല്ലാം ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. കെ ഫോണിന് പുറമെ വിഴിഞ്ഞം പദ്ധതിയിലും സർക്കാർ ചൈനീസ് മാതൃക തേടുകയാണ്. വിഴിഞ്ഞത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ ചൈനീസ് മാതൃകയിലുള്ള പ്രത്യേക വികസന സോൺ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുമാകും വികസന സോൺ. ഇതിനായി രാജ്യാന്തര നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ മന്ത്രി വിദേശ നിക്ഷേപത്തിന്റെ കാര്യം നേരിട്ട് പരാമർശിച്ചില്ല. ടൗൺഷിപ്പ്, റെസിഡൻഷ്യൽ ഏരിയ, വ്യവസായ കേന്ദ്രം, സംഭരണശാല എന്നിവയടങ്ങിയ ഹബ്ബായി SDZ മാറും. 10,000 ഏക്കർ ഭൂമി 50 കിലോമീറ്റർ പരിധിയിൽ ലഭ്യമാക്കേണ്ടി വരും. കാർഷിക മേഖലയിൽ ലോകബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ സപ്ലൈ ചെയിൻ രൂപീകരിച്ച് തുറമുഖം വഴി കയറ്റുമതി നടത്തും. കൊച്ചിയിൽ പ്രധാനമന്ത്രി ഈയിടെ ഉദ്ഘാടനം ചെയ്ത LPG ഇറക്കുമതി ടെർമിനൽ ഉൾപ്പെടെ 4,000 കോടിയുടെ പദ്ധതികൾക്ക് അനുബന്ധമായും വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. ഇത്രയും പദ്ധതികൾക്കായി 3 വർഷത്തിനകം 3,000 കോടി രൂപ സർക്കാർ ചെലവിടും. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 500 കോടി രൂപ വകയിരുത്തി. മൂലധന നിക്ഷേപത്തിന് കേന്ദ്രം പ്രഖ്യാപിച്ച 5,000 കോടിയുടെ വായ്പ കൂടി ലഭ്യമാകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിന്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ പൂർത്തീകരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ വ്യവസായ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയിട്ടില്ല. 5,000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന വ്യവസായ ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കലിന് 1,000 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ചിരുന്നത്. ഒരിക്കൽ എതിർത്തിരുന്ന വിഴിഞ്ഞം പദ്ധതി ഇത്തവണ ബജറ്റിലെ പ്രധാന പദ്ധതിയായി സർക്കാർ അവതരിപ്പിച്ചെങ്കിലും കരാർ പ്രകാരം നൽകേണ്ട തുകയെക്കുറിച്ചും മൗനമാണ്. ഏതാണ്ട് 2,600 കോടി രൂപ കുടിശ്ശികയാണ്. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി മൊത്തത്തിൽ 300.73 കോടി രൂപ മാത്രമാണ് ബജറ്റിലുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രവർത്തനം തുടങ്ങുന്നതിന് അനുബന്ധമായി മറ്റു തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കണ്ണൂർ അഴീക്കലിലെ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് തുറമുഖത്തിന് ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുലിമുട്ട് നിർമ്മാണം, കൺസൾട്ടൻസി ചെലവുകൾക്കായി 9.65 കോടി രൂപ വകയിരുത്തി. കഴിഞ്ഞ ബജറ്റിൽ 9.74 കോടി രൂപ അനുവദിച്ചിരുന്നു. അതേസമയം കൃത്യമായി ഫണ്ട് നൽകിയിട്ടും തുറമുഖ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്ന വിമർശനം ഉയരുന്നുണ്ട്. അഴീക്കൽ, കൊല്ലം, ബേപ്പൂർ, ആലപ്പുഴ, പൊന്നാനി തുറമുഖങ്ങളുടെ വികസനത്തിനായി 39.20 കോടി രൂപ വകയിരുത്തി. കൊല്ലം തുറമുഖത്തിന്റെ ആഴം കൂട്ടിയും പുതിയ വാർഫുകൾ നിർമ്മിച്ചും പ്രധാനപ്പെട്ട നോൺ മേജർ തുറമുഖമാക്കി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി മന്ത്രി പറഞ്ഞു. നീണ്ടകര, വലിയതുറ, കായംകുളം, മനക്കോടം, മുനമ്പം, കൊടുങ്ങല്ലൂർ, തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ ചെറുകിട തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി രൂപ വകയിരുത്തി. വിഴിഞ്ഞം മെയ് മാസത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. വിഴിഞ്ഞം ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിവരയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകും. ലോകത്തിലെ ഏറ്റവും വലിയ മാതൃയാനങ്ങൾ, മദർഷിപ്പുകൾ നമ്മുടെ തുറമുഖത്ത് അടുക്കും. ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റെക്കോർഡ് വേഗത്തിൽ സ്ഥാപിത ശേഷിയിലേക്ക് വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരും. ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി വികസനത്തിന്റെ അനന്ത സാധ്യതകൾ തന്നെയായിരിക്കും സംസ്ഥാനത്ത് തുറക്കപ്പെടുന്നതെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തോട് കേന്ദ്രത്തിന് അവഗണനയാണെന്നും ധനമന്ത്രി ആരോപിച്ചു. കേരളത്തോട് അവഗണന തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്ലാൻ ബി ആലോചനയിലെന്നും മന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ നിന്നും കേരളം പിന്നോട്ട് പോകില്ല. ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തി മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുണ്ട്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള മാതൃക വികസനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനകളാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്തില്ല. വികസന പ്രവർത്തനങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യില്ല. കേരള വികസന മാതൃകകളുടെ നന്മകൾ കണ്ടെത്തി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി.